അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് ഡ്രസ്സ് ഡൈ ചെയ്തെടുക്കാം. കയ്യിൽ ഞാൻ ബീട്രൂട്ട് അരിഞ്ഞതിന്റെ ഇതാണ് കയ്യിൽ. അപ്പം ഞാൻ ഇൻസ്റ്റയിൽ കുറെ ദിവസമായിട്ട് റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്, നമുക്ക് വീട്ടിൽ തന്നെ ഡൈ ചെയ്തെടുക്കാം നമ്മുടെ ഡ്രസ്സൊക്കെ. അപ്പൊ ഞാൻ ആ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, ഡൈ ചെയ്യാനുള്ള കളേഴ്സൊക്കെ. അപ്പൊ അത് ഇന്നലെ ഇവിടെ വന്നു. അപ്പം ഇന്ന് സൺഡേ ആണല്ലോ, അപ്പം ഇതൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനൊരു വൈറ്റ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പരീക്ഷണമായതുകൊണ്ട് എന്ത് സംഭവിക്കും എന്നറിയില്ല. അപ്പൊ അതിനുവേണ്ടി ബക്കറ്റും വെള്ളവും സംഭവങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. പുതിയ ഡ്രസ്സാണ്, പക്ഷെ വൈറ്റ് ആയതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യുന്നില്ല. അത് എന്ത് സംഭവിക്കും എന്നറിയില്ല. നമുക്ക് ഇത് ഫ്ലോപ്പ് ആണെങ്കിൽ അപ്ലോഡ് ചെയ്യില്ല, കറക്റ്റ് വന്നെങ്കിൽ അപ്ലോഡ് ചെയ്യാം വീഡിയോ. അപ്പൊ ഞാൻ ഡ്രസ്സ് കാണിച്ചു തരാം. ഈ ഡ്രസ്സാണ് ഞാൻ കളർ ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ്. അപ്പം ഇതിന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഏത് കളർ കൊടുക്കണോ. അപ്പൊ സ്കൈ ബ്ലൂ കൊടുത്താൽ നല്ല രസമായിരിക്കും. എൻ്റെ കയ്യിൽ അധികം ആ കളറിന്റെ ഡ്രസ്സും അധികം ഇല്ല, സ്കൈ ബ്ലൂ. അപ്പൊ നമുക്ക് ഇതിന് കളർ ചെയ്ത് നോക്കാം, എങ്ങനെ ആയിരിക്കും നോക്കാം. അപ്പൊ നമുക്ക് അതിനോട്ടുള്ള പരിപാടികൾ തുടങ്ങാം. അപ്പൊ ഇതാണ് കളർ ചെയ്യാനുള്ള സംഭവങ്ങൾ, എല്ലാ സാധനവും ഉള്ളു. അപ്പൊ ഇതിന് നമുക്ക് വേണ്ടി കളർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സ്കൈ ബ്ലൂ കളർ നല്ല രസമായിരിക്കും. അപ്പൊ സ്കൈ ബ്ലൂ തന്നെ കൊടുക്കാം. ഇത് തന്നെ ഫിക്സ് ചെയ്തു ഞാൻ കളർ. അപ്പം ഇതിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ട്, ഇത് നമുക്കിവിടെ തെറ്റാണ്ടിരിക്കാനുള്ള സംഭവം. പിന്നെ ഗ്ലൗസ് ഉണ്ട്. ഗ്ലൗസ് എന്തായാലും നമുക്ക് ഇടാം. ഇത് കെട്ടാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഏതൊരു ഡ്രസ്സാണ് കളർ മുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ഡ്രസ്സ് ഫസ്റ്റ് നമ്മള് പച്ചവെള്ളത്തില് മുക്കി ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതാക്കാൻ, അല്ലെങ്കിൽ കളർ കറക്റ്റ് ആയിട്ട് പിടിക്കത്തില്ല. അപ്പൊ ഞാൻ ഇവിടെ വെള്ളം 2 പഴയ ബക്കറ്റ് എടുത്ത്, ഇനി ബക്കറ്റിൽ കളർ വേറെ പിടിക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഡ്രസ്സ് അവിടെ കിടപ്പുണ്ട്. ആ ഡ്രസ്സിന് എടുത്തോണ്ട് വന്നിട്ട് ഒന്ന് പിഴിഞ്ഞ് പച്ചവെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞിട്ട് എടുത്തു വെക്കാം. അപ്പം ഈ ഡ്രസ്സ് നമുക്ക് വെള്ളത്തിൽ മുക്കിയെടുക്കാം. ഓക്കെ, അപ്പം ഞാനിത് വെള്ളത്തിൽ മുക്കി ഇവിടെ സൈഡിലോട്ട്, ഇതിൽ തന്നെ ഇവിടെ സൈഡിൽ വെക്കാം. ഇനി നമുക്ക് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ട് നമുക്ക് വിനാഗിരി, ഇതിപ്പം വിനാഗിരി ഇടണം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വേണം നമ്മൾ കളർ മിക്സ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്, അത് എടുത്തോണ്ട് വന്നിട്ട് മുക്കി നോക്കാം. അപ്പം ഗ്യാസിൻ്റെ പ്രശ്നം നന്നായിട്ടുള്ളത് കൊണ്ട് കെറ്റിലാണ് വെള്ളം വെച്ചേക്കുന്നത്. അപ്പം ഞാൻ വെള്ളം ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്, ചൂടുവെള്ളം. ഇത് ഇച്ചിരി വലിയ ഡ്രസ്സാണ്, അധികം ഇതുള്ളതുകൊണ്ട് ഇനി ഒരു ഇതും കൂടെ വേണം, കുറച്ചും കൂടെ ചൂടുവെള്ളം ആക്കിക്കൊണ്ട് വരാം. അപ്പം വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2-3 സ്പൂൺ ഉപ്പിടാം. ഇച്ചിരി അധികം വെള്ളം ഉണ്ടല്ലോ. അപ്പം ഇട്ട് ഇനി ഒരു 2 അടപ്പ് വിനാഗിരിയും കൂടെ ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സ് കളർ മിക്സ് ചെയ്തിട്ട്, മെയിൻ സംഭവം കളറും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഡ്രസ്സ് ഒരു 10-15 മിനിറ്റ് മുക്കി വെക്കണം. അപ്പോഴേക്കും കളർ പിടിച്ചോളൂ. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കൈ കൊണ്ട് യൂസ് ചെയ്യരുത്. നമ്മൾ എന്തെങ്കിലും കോലോ കമ്പോ എന്തെങ്കിലും വെച്ച് കുത്തി ഡ്രസ്സ് വേണം അതിനോട്ട് മുക്കാനായിട്ട്. വിനാഗിരി ഇട്ട് ഉപ്പ് ഇട്ടു. ഇനി നമുക്ക് ഒരു തവി എടുത്തതായിരിക്കും മിക്സ് ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് കളറ് ഇനി ഡ്രസ്സ് നമുക്ക് മുക്കാം. എന്ത് സംഭവിക്കും അറിയില്ല. കർത്താവേ, മുക്കി നോക്കാം. കാതോർന്നിയപ്പോൾ ചൊല്ലിയ കാര്യം കനിയേ കനിയേ അത് കനവല്ലായിരുന്നെങ്കിൽ. സംഭവം മുക്കിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കളറൊക്കെ അത് പിടിച്ചോട്ടെ. 10 മിനിറ്റ് ആണ് അവർ സമയം പറയുന്നത്. അപ്പോഴേക്ക് നമുക്ക് ഇത് മുക്കി കഴിഞ്ഞിട്ട് ഇത് ഫിക്സ് ചെയ്യാനുള്ള സൊല്യൂഷൻ ഫിക്സ് അങ്ങനെ ഒരു സംഭവം. ഡ്രസ്സ് മുക്കിയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെക്കണം.
അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാ പച്ചവെള്ളത്തിൽ ഇത് മറ്റേ ഫാബ്രിക് സൊല്യൂഷൻ ഫിക്സ് ആണ്, അപ്പം അത് ഈ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ ഡ്രസ്സ് അതിൽ മുക്കി പിഴിഞ്ഞിട്ട് ഉണക്കിയാൽ മതി. അപ്പം സെറ്റാവും. ഞാൻ വേറൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തോളൂ, ഇത് മിക്സ് ചെയ്യട്ടെ. അപ്പം ഞാൻ സേഫ്റ്റിക്ക് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്തായി സംഭവം നോക്കാം. ഓക്കെ, ഇത് നമുക്ക് നേരെ ഇതിലോട്ട് മുക്കാം. ഇനി ഇതെടുത്ത് പിഴിഞ്ഞ് ഉണക്കിയെടുക്കാം. സക്സസ് ആയിട്ടുണ്ട്. ഇത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നത് വൈറ്റ് ഡ്രസ്സായിരുന്നു. ഇപ്പം നമ്മളത് സ്കൈ ബ്ലൂ കളർ ആക്കി എടുത്തു. ഇപ്പൊ എല്ലാ കളറുകളും ഉണ്ട്, 12 കളർ അടങ്ങുന്ന ഒരു പാക്കറ്റാണത്. അപ്പം എല്ലാവരും മേടിച്ചിട്ട് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. മധു, നീ വളരെയേറെ സുന്ദരിയായിട്ടുണ്ട്.